കുറേ നാളായിട്ട് വിചാരിക്കുക നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള യക്ഷിക്കാവിൽ ഒന്ന് വിളക്കിടാൻ പോകണമെന്ന്. ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അമ്മുമ്മയായിട്ട് അങ്ങോട്ട് പോയി. സന്ധ്യയായപ്പോഴത്തേക്കും പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ യക്ഷിക്കാവിൽ ചെന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറകിൽ വേറൊരു കാവും കൂടെ ഉണ്ട്. 2 കാവുണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആദ്യം ഇതിൻ്റെ പുറകിലുള്ള കാവിൽ പോയിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഇവിടെ വന്ന് വിളക്ക് കത്തിക്കാമെന്നും പറഞ്ഞിട്ടായിരുന്നു. ആകാശത്തൊക്കെ നോക്കുമ്പോൾ കിളിയൊക്കെ പറന്നു പോയൊരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബാക്കിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഒരു കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ യക്ഷിക്കാവ് വന്നത്. അവിടെ നമ്മൾ വിളക്ക് കത്തിച്ചിറങ്ങിയിട്ട് നമ്മൾ 2ാമത്തെ യക്ഷിക്കാവിലെത്തിയിട്ട് അവിടെ നമുക്ക് വിളക്ക് കത്തിക്കായിരുന്നു. ആകാശമൊക്കെ അപ്പോഴത്തേക്കും ഫുള്ള് ഡാർക്കായി ഇരുട്ടായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഞങ്ങൾ വന്നിട്ട് അവിടെ നിന്ന് തിരിയൊക്കെ എടുത്തു. ചന്ദനത്തിരിയും തീപ്പെട്ടി എല്ലാം കൂടെ ആയിട്ട് നമ്മൾ കൊണ്ട് വിളക്ക് കത്തിച്ചു, എണ്ണയൊക്കെ ഒഴിച്ചു. ആദ്യം കത്താൻ കുറേ പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ കത്തിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ അവിടെ മൊത്തം കാവും അതേപോലത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിത് ആ ഒരു കാടിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിയിട്ടാണ് നമ്മൾ മെയിൻ റോഡിലെത്തുന്നത്. അങ്ങനെ എത്തി നമ്മളിത് അടുത്ത കാവിലോട്ട് പോയി. അവിടെ നമ്മളിത് ആ വിളക്ക് കത്തിച്ചു സെറ്റായി. ഞാൻ എന്താ കുളിച്ചൊരുങ്ങി, ഈറം പോലും മാറില്ല, എണ്ണയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കത്തിച്ച ശേഷം വിളക്ക് അതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ വിളക്കൊക്കെ എടുത്ത് അകത്ത് കൊണ്ട് വെച്ചു. അപ്പോൾ പിന്നെ കുറച്ച് ടൈം ഒന്ന് ടി വി കാണാൻ വെച്ച് ടി വി അങ്ങോട്ടൊക്കെ ടി വി കാണാൻ തുടങ്ങി. ടി വി കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു ബോധോദയം. അടുത്ത ദിവസം എക്സാമാണ്, എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കാമെന്ന് വെച്ചാൽ മലയാളം എക്സാം ആയതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും നോക്കിയില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി തന്നെ ഏകദേശം തലയിൽ കയറി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒന്നെടുത്ത് നോട്ടും ടെക്സ്റ്റ് എടുത്തില്ല, നോട്ട് മാത്രം എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കി. പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണാടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്. കണ്ണാടി ഫോണും കിട്ടി. പിന്നെ വേറൊന്നും വേണ്ട, അങ്ങനെ ഗോഷ്ടി കാണിക്കൽ തുടങ്ങി. പുതിയ കണ്ണാടി അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഴുക്കും സംഭവങ്ങളും അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതായിരുന്നു. നോക്കിയപ്പോഴത്തേക്കും എന്താ ഒരു മൂണെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു ഫുൾ മൂണായിരുന്നു. എനിക്ക് മൂന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല രസമുണ്ട്. പിന്നെ അതും കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന മൂണിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അത് കണ്ട് ഞാൻ വെറുതെ ഒന്നുകൂടെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും അവിടെയൊന്നും ആരുമില്ല, ഞാനും പട്ടി മാത്രമുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് കുറേ വഴി കൂടെ പോണ ചേട്ടന്മാരെയൊക്കെ വായി നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടോ, ഞാനും 2 പട്ടികളും മാത്രമുണ്ട് അവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.